അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 8ാം ക്ലാസ്സിലെ തസ്കിയത്തുൽ വിൽദാനിലെ 5ാമത്തെ പാഠം നഈബു സബാനന വൽ ഐബു ഫീന എന്ന പാഠം ഇൻഷാ അല്ലാഹ് വായിച്ച് അർത്ഥം വെച്ച് അതിൻ്റെ ഖുറാസ കൂടെ നമുക്ക് നോക്കാം. നഈബു സമാനന, നാം കാലത്തെ ആക്ഷേപിക്കുന്നു. വൽ ഐബു ഫീന, ന്യൂനത ആരിലാണുള്ളത്? ഫീന, നമ്മളിലാണുള്ളത്. ആ നിലയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? കാലഘട്ടത്തെ ആക്ഷേപിക്കുന്നു. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു രചിച്ച ബൈത്താണിത്. എന്തിനാണ് ഈ ബൈത്ത് രചിച്ചത്? ആരെങ്കിലും ഉന്നതങ്ങളെ നേടുന്നുവെങ്കിൽ, വ്യക്തിത്വ വികസനം ആരെങ്കിലും നേടുന്നുവെങ്കിൽ അവൻ ആത്മീയമായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് അവൻ ചെയ്യേണ്ടത്, ഉന്നതങ്ങളെ തേടുന്നവൻ എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ഈ ബൈത്തിലൂടെ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് ബൈത്ത് ചൊല്ലാം. بقدر الكد تكتسب المعالي ومن طلب العلا سهر الليالي. بقدر الكد, പരിശ്രമത്തിൻ്റെ തോതനുസരിച്ചാണ് തുക്തസബുൽ മആലി, ഔന്നിത്യങ്ങൾ സമ്പാദിക്കപ്പെടുന്നത്. പരിശ്രമത്തിൻ്റെ തോതനുസരിച്ചാണ് ഔന്നിത്യങ്ങൾ എന്ത് ചെയ്യുന്നത്? സമ്പാദിക്കപ്പെടുന്നത്. വമൻ ത്വലബൽ ഉലാ സഹറൽ ലയാലി, ആരെങ്കിലും ഉന്നതികൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഒമൻ തൊലബലുള്ള ആരെങ്കിലും ഉന്നതികൾ തേടുന്നുവെങ്കിൽ, ആഗ്രഹിക്കുന്നുവെങ്കിൽ, സഹറൽ ലയാലി, അവൻ രാത്രി ഉറക്കമൊഴിക്കുന്നതാണ്. ആരെങ്കിലും ഉന്നതമായ സ്ഥാനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യും? രാത്രി ഉറക്കമൊഴിക്കുന്നത്. കാരണം അതിനു വേണ്ടി അതിനാത്രം അവൻ എന്ത് ചെയ്യും? പരിശ്രമിക്കുന്നതാണ് എന്നാണ് പറഞ്ഞത്. ومن رام العلا من غير كد أضاع العمر في طلب المحال. ومن رام العلا, ആരെങ്കിലും ഉന്നതികൾ ആഗ്രഹിച്ചാൽ, ആരെങ്കിലും ഉന്നതികൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, മിൻ ഗൈരി കദ്ദിൻ, ഒരു പരിശ്രമവും കൂടാതെ, പരിശ്രമമില്ലാതെ ഉന്നത പദവി ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, അളാഅൽ ഉംറ ഫി ത്വലബിൽ മുഹാലി, അസംഭവ്യമായ കാര്യം തേടുന്നതിൽ അവൻ്റെ ആയുസ്സിനെ അവൻ പാഴാക്കി കളഞ്ഞിരിക്കുന്നു. അൽ ഉംറ, അവൻ്റെ ആയുസ്സിനെ അവൻ പാഴാക്കി കളഞ്ഞിരിക്കുന്നു. ഫി ത്വലബിൽ മുഹാലി, അസംഭവ്യമായ കാര്യങ്ങളെ തേടുന്നതിൽ. കാരണം അവൻ തേടുന്ന ഉന്നതമായ സ്ഥാനം തേടണമെങ്കിൽ എന്ത് വേണം? അവനതിന് പരിശ്രമിക്കണം. പരിശ്രമമില്ലാതെ അവനതിനെ തേടിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പം എന്ത് ചെയ്തു? അവൻ ആ തേടുന്ന കാര്യത്തിൽ അവൻ്റെ ആയുസ്സിനെ വെറുതെ അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നാണ് പറഞ്ഞത്. تروم العز ثم تنام ليلا يغوص البحر من طلب اللعالي لآلي. تروم العز, നീ പ്രതാപം ഉദ്ദേശിക്കുന്നു. നീ എന്ത് ചെയ്യുന്നു? പ്രതാപം ഉദ്ദേശിക്കുന്നു, ആഗ്രഹിക്കുന്നു. എന്നിട്ടോ സുമ്മ തനാമു ലൈല, പിന്നെ നീ എന്ത് ചെയ്യുന്നു? രാത്രി ഉറങ്ങുന്നു, രാത്രി കിടന്നുറങ്ങുന്നു. നീ ഉന്നതങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ നീ എന്ത് ചെയ്യാണ്? പരിശ്രമിക്കുന്നില്ല, കിടന്നുറങ്ങാണ്. യഗൂസുൽ ബഹ്റ മൻ ത്വലബൽ ലആലി, ഏതുപോലെ യഗൂസുൽ ബഹ്റ, സമുദ്രത്തിൽ മുങ്ങണം. ആര്? മൻ ത്വലബൽ ലആലി, മുത്തിനെ തേടുന്നവൻ, മുത്തിനെ ആഗ്രഹിക്കുന്നവൻ സമുദ്രത്തിൻ്റെ തീരത്തിലൂടെ നടന്നതുകൊണ്ട് മുത്ത് ലഭിക്കുകയില്ല. അതല്ലെങ്കിൽ ഒരു തോണിയെടുത്ത് സമുദ്രത്തിൻ്റെ മുകളിലൂടെ സഞ്ചരിച്ചതുകൊണ്ടും മുത്ത് ലഭിക്കുകയില്ല. പിന്നെ എന്ത് വേണം? ആഴക്കടലിലേക്ക് മുങ്ങണം. എങ്കിലേ അവനക്ക് എന്ത് നേടാൻ കഴിയുള്ളൂ? മുത്തുകളെ നേടിയെടുക്കാൻ കഴിയുള്ളൂ. എന്നതുപോലെ ഒരാൾ ഉന്നതമായ സ്ഥാനങ്ങളോ ഉന്നതികളോ അവൻ തേടുന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്തോളണം? അവൻ അതിനനുസരിച്ച് പ്രവർത്തിച്ചോളണം, പരിശ്രമിച്ചോളണം. എത്രത്തോളം അവൻ പരിശ്രമിക്കുന്നുവോ അതിനനുസരിച്ച് അവനക്ക് ഫലങ്ങൾ നേടിയെടുക്കാൻ കഴിയും. എന്നാൽ അവനക്ക് എന്ത് ചെയ്യും? A+ഉം ടോപ്പ്ലസ് ഒക്കെ നേടിയെടുക്കാൻ കഴിയും. نعيب زماننا والعيب فينا وما لزماننا عيب سوانا. نعيب زماننا والعيب فينا, ന്യൂനത നമ്മളിലായിരിക്കെ നമ്മൾ കാലത്തെ ആക്ഷേപിക്കുന്നു. നഈബു സബാനന, നമ്മൾ കാലത്തെ ആക്ഷേപിക്കുന്നു. വൽ ഐബു ഫീന, ന്യൂനത നമ്മളിലാണുള്ളത്, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കാലത്തെ ആക്ഷേപിക്കുന്നു. വമാലി സമാനിന ഐബുൻ, നമ്മുടെ സമാനിക്ക്, നമ്മുടെ കാലത്തിന് എന്തില്ല? ഐബുൻ, ഒരു ന്യൂനതയുമില്ല. സിവാന, നമ്മളാണെന്ത്? ന്യൂനത. നമ്മളിലാണ് എന്തുള്ളത്? ന്യൂനതയുള്ളത്. ഏതുപോലെയാണത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ജീവിച്ച ആ കാലഘട്ടം അത് നല്ല കാലഘട്ടമാണ്. ഇപ്പോഴത്തെ കാലം വളരെ മോശമാണ്. അങ്ങനെയല്ല. എന്തുകൊണ്ടാണ് ആ കാലഘട്ടം നന്നായത്? അന്ന് ജീവിച്ചിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അന്ന് ജീവിച്ചിരുന്നവർ നല്ലവരായിരുന്നു. ഇന്ന് ജീവിച്ചവരോ തോന്നിയതുപോലെ ജീവിക്കുന്നത് കൊണ്ട് കാലഘട്ടം നിന്നും ആക്ഷേപിക്കുന്നു. എന്നാൽ കാലഘട്ടമാണോ തെറ്റിയത്? അല്ല, നമ്മൾ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മളാണ് എന്ത് ചെയ്തത്?
തെറ്റുകാർ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കാലഘട്ടത്തെ കുറ്റം പറയുന്നു. എന്നിട്ട് പറയുന്നതാ وَنَهْجُوذَ الزَّمَانَ بِغَيْرِ ذَنْبٍ وَلَوْ نَتَقَ الزَّمَانُ لَنَا هَجَانَا وَنَهْجُوذَ الزَّمَانَ بِغَيْرِ ذَنْبٍ ഒരു തെറ്റും ചെയ്യാത്ത കാലത്ത് നാം ആക്ഷേപിക്കുന്നു. وَنَهْجُوذَ الزَّمَانَ കാലത്ത് നാം ആക്ഷേപിക്കുന്നു. ബിഗൈരി ദംബിൻ ഒരു തെറ്റും കാലം ചെയ്തിട്ടില്ല, എന്നിട്ട് നമ്മൾ കാലത്തെ കുറ്റം പറയുന്നു. വലോ നതഖ الزَّمَانُ ലനാ കാലമെങ്ങാനും നമ്മോട് സംസാരിച്ചിരുന്നുവെങ്കിൽ, വലോ നതഖ الزَّمَانُ ലനാ കാലമെങ്ങാനും നമ്മളോട് സംസാരിച്ചിരുന്നുവെങ്കിൽ ഹജാന കാലം നമ്മയും ആക്ഷേപിക്കുമായിരുന്നു. കാലം നമ്മെ എന്ത് ചെയ്യുമായിരുന്നു? നമ്മൾ കാലത്തെ ആക്ഷേപിക്കുന്നത് പോലെ കാലമെങ്ങാനും സംസാരിച്ചിരുന്നുവെങ്കിൽ ആ കാലം നമ്മളെയും എന്ത് ചെയ്യുമായിരുന്നു? ആക്ഷേപിക്കുമായിരുന്നു എന്നാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നത്. അപ്പോൾ ഈ പാഠത്തിൽ മൊത്തത്തിൽ പറഞ്ഞ വിഷയങ്ങൾ എന്താ? നമുക്ക് ഉന്നതങ്ങളിൽ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തോളണം? നല്ലോണം പരിശ്രമിച്ചോളണം. ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും ശരി, ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും ശരി, ഉറക്കൊഴിച്ചുകൊണ്ട് വിഭാഗത്ത് ചെയ്യേണ്ടി വരും, ഉറക്കൊഴിച്ചുകൊണ്ട് പഠനം നടത്തേണ്ടി വരും. ഏതൊരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഇറങ്ങുന്നതെങ്കിലും നല്ലോണം പരിശ്രമങ്ങൾ അതിൽ വേണ്ടി വരും. അപ്പോൾ ആത്മീയമായ പരിശ്രമത്തെക്കുറിച്ചാണ് കൂടുതൽ ഈ ബൈത്തിലൂടെ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മുടെ അള്ളാഹുവിലേക്ക് അടുക്കാനും കൂടുതൽ ഇബാദത്തുകൾ ചെയ്യാനും ധാരാളം ഇബാദത്തുകൾ ചെയ്യാനും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തോളണം? ഉറക്കമൊഴിച്ചുകൊണ്ട് അതിനു വേണ്ടി എന്ത് ചെയ്യണം? പരിശ്രമിക്കേണ്ടി വരും. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അള്ളാഹുവിൻ്റെ അരികിൽ ഉന്നതമായ സ്ഥാനങ്ങളെല്ലാം നേടിയെടുക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ഖുർആസ് നോക്കാം. ഒന്നാമത്തെ നഖറ ആബ യഈബു ഗാസ യഗൂസു സഹിറ യസ്ഹറു ഹജാ യഹ്ജു റാമ യറൂമു നതഖ യൻതിഖു അളാഅ യുളീഉ ഇക്തസബ യക്തസിബു. രണ്ടാമത്തെ നസ്റഹുൽ മഅന അർത്ഥം എഴുതാനാണ്. ഒന്ന് ബി ഖദ്രിൽ ഖദ്ദി തുക്തസബുൽ മആലി വമൻ ത്വലബൽ ഉലാ സഹറൽ ലയാലി പരിശ്രമത്തിൻ്റെ അളവനുസരിച്ചാണ് ഉന്നതികൾ സമ്പാദിക്കപ്പെടുക. ആരെങ്കിലും ഉന്നത പദവികൾ തേടിയാൽ അവൻ രാത്രികളിൽ ഉറക്കമൊഴിക്കട്ടെ. രണ്ടാമത്തേത് വനഹ്ജൂദ الزَّمَانَ بِغَيْرِ ذَنْبٍ وَلَوْ نَتَقَ الزَّمَانُ لَنَا هَجَانَا ഒരു കുറ്റവും കൂടാതെ ഈ കാലത്ത് നാം ആക്ഷേപിക്കുന്നു. ഒരു കുറ്റവും കൂടാത്ത ഈ കാലത്ത് നാം എന്ത് ചെയ്യുന്നു? ആക്ഷേപിക്കുന്നു. കാലം നമ്മോട് സംസാരിക്കുകയാണെങ്കിൽ അത് നമ്മെ ആക്ഷേപിക്കുമായിരുന്നു. ഇനി നംലഉൽ ഫറാഗ് വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളതാണ്. ഒമൻ റാമൽ ഉലാ മിൻ ഗൈരി ഖദ്ദിൻ അളാഅൽ ഉംറ ഫീ തലബിൽ മുഹാലി. രണ്ട് നഈബു സമാനന വൽ ഐബു ഫീന വമാലി സമാനിന ഐബുൻ സിവാന എന്ന് പറയുന്ന രണ്ട് ബൈത്ത് പൂരിപ്പിക്കുക എന്നുള്ളതാണ്. ഇനി നക്തശിഫുൽ അംസിലുൽ അറബിയ ഇവിടെ കൊടുത്തതുപോലെ നമുക്ക് ഉദാഹരണങ്ങൾ ഉണ്ടാക്കണം. മൻ ത്വലബൽ ഉലാ സഹറൽ ലയാലി ആരെങ്കിലും ഉന്നതികൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ രാത്രി ഉറക്കമൊഴിക്കണം എന്നാണ് ഒന്നാമത്തെ പറഞ്ഞത്. അപ്പം ഇനി നമ്മൾ വാക്കുണ്ടാക്കണം. അപ്പോൾ രണ്ടാമത്തെ എന്ത് ചെയ്താൽ ലാ തനാലിൽ മആലി ബി തമന്നി ആഗ്രഹിച്ചുകൊണ്ട് ഉന്നതി കൈവരിക്കാൻ കഴിയുകയില്ല. അടുത്തതോ മൻ സ്വബറ ലഫിറ ആരെങ്കിലും ക്ഷമിച്ചാൽ അവൻ വിജയിച്ചു. 4 മൻ കല്ല സിദ്ഖുഹു കല്ല സദീഖുഹു ആരെങ്കിലും സത്യസന്ധത കുറഞ്ഞാൽ അവൻ്റെ കൂട്ടുകാർ കുറയും. അടുത്തത് മൻ ജദ്ദ വജദ് ആര് പരിശ്രമിച്ചാലും അവൻ എത്തിക്കും. ഇനി നുക്കവിലിൽ ജുമല കമാഫിൽ മുസാലി ഉദാഹരണത്തിൽ പോലെ ഉണ്ടാക്കണം. അൽ മുഅ്മിനു കരീമുൻ അപ്പോൾ നമ്മളെങ്ങനെ എഴുതി? അൽ മുസ്ലിമു സ്വാബിറുൻ അൽ മുഅ്മിനാനി കരീമാനി അൽ മുസ്ലിമാനി സ്വാബിറാനി അൽ മുഅ്മിനൂന കിറാമുൻ അൽ മുസ്ലിമൂന സ്വാബിറൂന അൽ മുഅ്മിനത്തു കരീമത്തുൻ അൽ മുസ്ലിമത്തു സ്വാബിറത്തുൻ അൽ മുഅ്മിനത്താനി കരീമത്താനി അൽ മുസ്ലിമത്താനി സ്വാബിറത്താനി അൽ മുഅ്മിനാത്തു കരീമാത്തുൻ അൽ മുസ്ലിമാത്തു സ്വാബിറാത്തുൻ. ഇൻഷാ അല്ലാഹ് അപ്പോൾ ഈ പാഠത്തിലെ ഖുർആസ് തദ്രീബ് കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ ഇബാദത്തുകൾ ചെയ്യാനും നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ വർദ്ധിപ്പിക്കാനും അതിനുവേണ്ടി പരിശ്രമിക്കാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.